ഹായ് മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ട്രിഗണോമെട്രി കോംപ്ലിമെൻ്ററി ആംഗിൾസുകളെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. അതിനകത്ത് സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ആ എക്സസൈസ് നമുക്ക് CBSEയുടെ ബോർഡ് എക്സാമിന് തൽക്കാലം ഇല്ല. പിന്നെ നിങ്ങൾക്കിനി +1 +2 സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടികൾക്ക് അത് ആവശ്യമുണ്ട്. എന്നാലും അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. sin 90 - a അതുപോലെ cos 90 - a tan 90 - a എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്കിപ്പം ബോർഡ് എക്സാമിന് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ഫൈനൽ മീൻസ് +1 +2 എക്സാംസുകൾ വരുമ്പോൾ നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത എക്സസൈസാണ്. അടുത്ത എക്സസൈസിൽ നമുക്ക് അടുത്ത പോർഷനിൽ പഠിക്കാനുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. ഇത് എക്സാമിനുണ്ട് കേട്ടോ. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ഐഡൻറ്റിറ്റീസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സാർ പറയാം. ഫസ്റ്റ് വൺ cos square a + sin square a = 1. എന്താണ് സാർ പറഞ്ഞാൽ? cos square a + sin square a = 1. അതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി. സെക്കൻഡ് വൺ 1 + tan square a = 6 square a. 1 + tan square a = 6 square a. Third one cot square a + 1 = cosec square a. cot square a + 1 = cosec square a. അങ്ങനെ 3 ഐഡൻറ്റിറ്റീസ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പ്രോബ്ലംസുമാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. സാർ ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് cos square a + sin square a = 1. The second one 1 + tan square a = 6 square a. Third one cot square a + 1 = cosec square a. ഈ 3 ഐഡൻറ്റിറ്റീസ് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം സാറ് പറഞ്ഞു, അത് നമ്മുടെ എക്സാമിനില്ല. പുതിയ പോർഷൻസ് ആയതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസാണ് ഞാൻ അതിൻ്റെ ഒരു 8.3 എക്സസൈസ് ഫുള്ളായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് നമ്മുടെ ബോർഡ് എക്സാമിന് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്കാണ് സാറ് പോകാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം എഴുതാൻ പോവാണ് സാറ്. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങളുടെ എക്സസൈസ് 8.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 8.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്രസ് the trigonometric ratios sin a, sec a and tan a in the terms of cot a. അവർ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് സൈൻ എ, സീക്ക് എ ആൻഡ് ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ. അതായത് കോട്ട് എയുടെ ടേമിൽ ഏതൊക്കെ റെപ്രസെൻ്റ് ചെയ്യണം? സൈൻ എ, സീക്ക് എ, ടാൻ എ റെപ്രസെൻ്റ്. നിങ്ങൾക്ക് സൈൻ, കോസ്, ടാൻ നമുക്കറിയാം. സൈൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. സീക്ക് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ടാൻ പഠിച്ചിട്ടുണ്ട്. ടാനും കോട്ടിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളിപ്പം പഠിച്ചു. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകും. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സൈൻ എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ മക്കളെ? സൈൻ എയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് cosec square a minus cot square a = 1 എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പഠിച്ച ഐഡൻറ്റിറ്റി 1 + cot square a = cosec square a ആണ്. സാറ് 1 അപ്പുറത്ത് എഴുതി, എന്നിട്ട് cosec square a minus cot square a = 1 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യാൻ. ഇവിടെ നമുക്ക് വേണ്ടത് കോട്ട് എയുടെ ടേമിലാണ് വേണ്ടത്. cosec square a ഇവിടെ നിർത്തി കോട്ട് എനെ അപ്പുറത്ത് കൊണ്ടുപോവാണ്. സോ cosec square a = 1. ഇത് മൈനസ് ആണ്, അപ്പുറത്ത് പ്ലസ് 1 + cot square a എന്ന് കിട്ടും അല്ലേ മക്കളെ? സംശയം ഉണ്ടോ? ഇനി 1/cosec a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 1/sin square a എന്ന് എഴുതാം. അതായത് 1/sin a എന്ന് പറയുന്നതാണ് cosec a. അതുകൊണ്ട് 1/cosec square a നെ 1/sin square a എന്ന് എഴുതാം. 1/sin square a = 1 + cot square എന്ന് എഴുതാം. സൈൻ സ്ക്വയർ മുകളിൽ എഴുതുകയാണ് സാറ്. sin square a = 1/1 + cot square a എന്ന് എഴുതാം അല്ലേ മക്കളെ? സംശയം ഉണ്ടോ? sin square a = 1/1 + cot. സ്ക്വയർ പോകുമ്പോൾ അപ്പുറത്ത് എന്ത് വരും മക്കളെ? റൂട്ട് വരും. സോ sin square a = √1/1 + cot square എന്ന് എഴുതാം അല്ലേ മക്കളെ? സംശയം ഉണ്ടോ? ഇനി റൂട്ട് sin a ആണ്, sin a = 1/√1 + cot square a.
അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് സൈൻ എനെ ഏത് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്, കോട്ട് എയുടെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞു. സോ സൈൻ എനെ കോട്ട് എയുടെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, സൈൻ എ ഈസ് ഈക്വൽ ടു 1/√1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? സംശയം ഉണ്ടോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്ന സീക്ക് സ്ക്വയർ എനെ ഏതിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്ന, കോട്ട് എയുടെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഏതാണ് മക്കളെ? സീക്ക് എനെയാണ് നമുക്കിനി കോട്ട് എയുടെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. സീക്ക് എനെ സാറ് ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. സീക്ക് എ ഈസ് ഈക്വൽ ടു 1 + tan സ്ക്വയർ എ എന്ന് പറഞ്ഞ ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചിരിക്കുന്നത്. സീക്ക് സ്ക്വയർ എ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സീക്ക് സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/കോട്ട് സ്ക്വയർ എ ആണ്, 1/കോസ് എ ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് അവിടെ നിന്നോട്ടെ. ഇതിനെ സാർ ഇപ്പുറത്തെ ടേമിന് എടുക്കാൻ പോവുക. സീക്ക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 + tan സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/കോട്ട് എ ആണ് ടാൻ എ. സോ ടാൻ സ്ക്വയർ എ നമുക്ക് എന്ത് എഴുതാം, 1/കോട്ട് സ്ക്വയർ എ. കാരണം നമുക്കിവിടെ കോട്ട് സ്ക്വയറിൻ്റെ ഫോമിലാണ് ഇത് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് 1/കോട്ട് സ്ക്വയർ എന്ന് എഴുതി. സോ സാർ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സീക്ക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എ +1/കോട്ട് സ്ക്വയർ എ. ഇനി സാർ നേരത്തെ പറഞ്ഞതുപോലെ സീക്ക് സ്ക്വയർ എനെ നമുക്ക് എന്തെന്ന് എഴുതാം, സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് നമുക്ക് സീക്ക് സ്ക്വയർ എ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സാറ് കോസ് എ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. സീക്ക് സ്ക്വയർ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സീക്ക് എ മതി. അപ്പം സീക്ക് എ ഈസ് ഈക്വൽ ടു √കോട്ട് സ്ക്വയർ എ +1/കോട്ട് സ്ക്വയർ എ. സാറ് റൂട്ട് സെപ്പറേറ്റ് ചെയ്യണം. √കോട്ട് സ്ക്വയർ എ +1/കോട്ട് എ. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? √കോട്ട് സ്ക്വയർ എ +1/കോട്ട് എ എന്ന് കിട്ടിയല്ലോ മക്കളെ. സംശയം ഉണ്ടോ? ലാസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ടാൻ എനെ ഏത് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ടാൻ എനെ നമുക്ക് കോട്ട് എയുടെ ഫോമിൽ റെപ്രസെൻ്റ്. വളരെ ഈസിയാണ്. ടാൻ എനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ടാൻ എ ഈസ് ഈക്വൽ ടു 1/കോട്ട് എ. എളുപ്പമല്ലേ? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/കോട്ട് എ. സോ ടാൻ എ ഈസ് ഈക്വൽ ടു 1/കോട്ട് എ. ഇങ്ങനെയാണ് നമ്മളിതിനെ റെപ്രസെൻ്റ്. ഇവിടെ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സൈൻ എ സീക്ക് എ ടാൻ എ ഇൻ ടേം ഓഫ് കോട്ട് എ, കോട്ട് എയുടെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ ചോദിച്ചിരുന്ന. നമ്മൾ 3 എണ്ണം ചെയ്തു. ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് സാറിന് ചെയ്യാം. ഇതേ പാറ്റേണിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ് ദ ഫോളോയിങ്, എക്സ്പ്രസ് അതർ ട്രിഗണോമെട്രി റേഷ്യോസ് ഇൻ ടേം ഓഫ് സീക്ക് എ. Write the other trigonometry ratio of a term of sec a. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സീക്ക് എയുടെ ടേമിൽ എല്ലാത്തിനെയും, അതായത് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക് ആൻഡ് കോട്ട്, ഇതെല്ലാം ഏതിൻ്റെ ഫോമിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന, സീക്കിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സാർ യൂസ് ചെയ്യാൻ പോകുന്നത് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 എന്ന് എടുത്തു. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. ഇവിടെ നിന്ന് സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 - കോസ് സ്ക്വയർ എന്ന് എഴുതി. സംശയമുണ്ടോ മക്കളെ? 1 - കോസ് സ്ക്വയർ എന്ന് എഴുതി. ഇനി 1 - കോസ് സ്ക്വയർ എന്ന് സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 - 1/സീക്ക് സ്ക്വയർ എന്ന് എഴുതാമല്ലോ മക്കളെ. സ്ക്വയർ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സീക്ക് സ്ക്വയർ എ -1/സീക്ക് സ്ക്വയർ എ, സ്ക്വയർ പോകുമ്പോൾ അപ്പുറത്ത് സൈൻ എ ഈസ് ഈക്വൽ ടു ഇപ്പോൾ സാർ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് 1/സീക്ക് എ. അപ്പോൾ സൈൻ എനെ നമ്മൾ ഏത് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു, സൈൻ എ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എ -1/സീക്ക് എ. അപ്പോൾ സീക്കിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നു. അപ്പോൾ സൈനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി സെക്കൻഡ് വൺ നമ്മൾ എടുക്കാൻ പോകുന്നത് കോസ് ആണ്. കോസിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. കോസ് എ എന്ന് പറഞ്ഞതാണ് 1/സീക്ക് എ. സോ സെക്കൻഡ് വൺ കോസ് എ ഈസ് ഈക്വൽ ടു 1/സീക്ക് എ. അപ്പോൾ 2 എണ്ണം പോയി അല്ലേ. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഏതൊക്കെയാണ്, ടാനും കൊസീക്കും ആണ് നമുക്കുള്ളത് അല്ലേ. സോ സൈൻ എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. സൈൻ എ എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി, √സീക്ക് സ്ക്വയർ എ -1/സീക്ക് എന്ന് കിട്ടി. കോസ് എ നമുക്ക് കിട്ടി 1/സീക്ക് എ എന്ന് കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാൻ എ ആണ് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ടാൻ എ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ടാൻ എക്കകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡൻറ്റിറ്റി സീക്ക് സ്ക്വയർ എ
ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് സീക്ക് സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് പോകുമ്പം ടാൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എ മൈനസ് 1. ടാൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എ മൈനസ് 1. ടാൻ എ ആണ് നമുക്ക് വേണ്ടത്. ടാൻ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ ടാൻ എയും നമുക്ക് കിട്ടി. അപ്പോൾ ടാൻ എ നിന്ന് കിട്ടിയ മക്കളെ, ടാൻ എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസിലെല്ലാം നമ്മൾ യൂസ് ചെയ്തു. ഫസ്റ്റ് വൺ സൈൻ ആയിരുന്നു. സൈൻ എന്ത് കിട്ടിയ മക്കളെ നമുക്ക്? സൈൻ്റെ ആൻസർ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 ഡിവൈഡ് ബൈ സി കെ. കോസ് ആയിരുന്നു 1 ബൈ സി കെ. നെക്സ്റ്റ് വൺ ടാൻ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. ഇനി ബാലൻസ് ഉള്ളത് ഒന്ന് കൊസീക്ക് എ ആണ്. ഒന്നാമത്തേതാണ് കൊസീക്ക് എ. കൊസീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ സൈൻ എ ആണ്. 1 ബൈ സൈൻ എ. ഓൾറെഡി നമ്മൾ സൈൻ എ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 1 ബൈ സൈൻ എ എന്താണ്? റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 ഡിവൈഡഡ് ബൈ സി കെ ആണ്. റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പം സീക്ക് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. അപ്പോൾ കൊസീക്ക് കിട്ടി. നെക്സ്റ്റ് വൺ നമുക്കുള്ളത് കോട്ടാണ്. കോട്ട് കൊസീക്ക് കോസിൻ്റെ വേണ്ട. കോസ് 1 ബൈ സി കെ ആണ്. സി കെ ആണ് നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കേണ്ടത് വേണ്ട. ലാസ്റ്റ് വൺ കോട്ട് എ. കോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ ടാൻ എ ആണ്. സോ ടാൻ എ എന്താണ്? 1 ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 ആണ്. സോ 1 ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 കിട്ടിയല്ലോ മക്കളെ. അപ്പോൾ മൊത്തം നമുക്ക് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണുള്ളത്. 6 എണ്ണത്തിൽ നമ്മൾ 5 എണ്ണമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ സീക്ക് എയുടെ ഫോമിൽ തന്നെയാണ് നടക്കുന്നത്. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സീക്ക് എയുടെ ഫോമിലേക്കാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1 ഡിവൈഡ് ബൈ സി കെ. കോസ് എന്ന് പറഞ്ഞാൽ 1 ബൈ സി കെ. ടാൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. കോട്ട് എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ എ മൈനസ് 1. ഇത്രയാണ് സാറിന്ന് പഠിപ്പിക്കുന്നത്. കൂടുതലായിട്ട് സാറിന്ന് പഠിക്കുന്നത് അതിനകത്ത് ഇച്ചിരി ഇനി വരുന്ന പ്രോബ്ലംസിലെല്ലാം നമുക്ക് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം പ്രോബ്ലംസുകളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിപ്പിക്കാം. സാർ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇന്ന് നമ്മൾ പഠിച്ചത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. 3 ടൈപ്പ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. അതുപോലെ കൊസീക്ക് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എ. ഇങ്ങനെ വരുന്ന 3 ഐഡൻറ്റിറ്റീസാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഈ 3 ഐഡൻറ്റിറ്റീസിൽ വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. സാർ ഇന്ന് പഠിപ്പിച്ച പ്രോബ്ലംസ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇരുന്നൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ സാർ പഠിപ്പിച്ച 8.3 എക്സസൈസ് നമുക്ക് എക്സാമിനില്ല, ബോർഡ് എക്സാമിനില്ല. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. കാരണം നിങ്ങളിനി +1 +2 സയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് സാർ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി അടുത്ത ദിവസങ്ങളായിട്ട് എടുക്കുക. ഇതിൻ്റെ പ്രോബ്ലംസാണ് ഇനി നമുക്ക് ബാലൻസ് ഉള്ള. ട്രിഗണോമെട്രി കഴിഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ള പോർഷൻസ്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ അപ്പോൾ ഈ പ്രോബ്ലംസ് ഇനി വരുന്ന പ്രോബ്ലംസിലെല്ലാം മക്കളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പഠിച്ചാലേ നമുക്കിത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പ്രയോജനം ചെയ്യേണ്ടതാണ്. എനിവേ ഇന്നത്തെ ക്ലാസ് സാർ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.